അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നലെ നമ്മളങ്ങനെ പറഞ്ഞു, മഹാനായ സഅലബ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പോയതും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പാപ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു എന്ന് ചോദിച്ചതുമൊക്കെ. അപ്പോൾ അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയം മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, രണ്ട് കണ്ടീഷൻ ഉണ്ട് ഉമറെ, ഞാനവിടെ ചെല്ലുന്ന സമയം ഒന്നല്ലെങ്കിൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഖദ് ഖാമത്തിസ്സലാത്തു ഖദ് ഖാമത്തിസ്സലാഹ് എന്ന് പറയുന്ന സമയമായിരിക്കണം, അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയമായിരിക്കണമെന്ന് പറയുകയാണ്. അതാ കണ്ടീഷൻസ് ഒക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ പള്ളിയിലെത്തിയ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഖിറാഅത്ത് കേട്ടിട്ട് മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു തല കറങ്ങി വീഴുകയാണ്. ആ സമയത്താണ് സലാം വീട്ടിയ ഉടനെ, നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് പോയി ചോദിക്കും, നല്ല ഉമറെ, എവിടെയാണ് എൻ്റെ സഅലബ? കാണുന്നില്ലല്ലോ, എവിടെയാണ്? അപ്പോൾ പറയുന്നത്, ആ കിടക്കുന്ന നബി അങ്ങയുടെ സഅലബ അങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖിറാഅത്ത് കേട്ട് ബോധരഹിതനായി വീണ് കിടക്കുകയാണെന്ന് ഇങ്ങനെ പറയുകയാണ്. ആ സമയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, മോനെ സഅലബത്തെ, എന്താണ് നിൻ്റെ പ്രശ്നം, എന്താണ്? എണീക്കുക എന്ന് പറയുകയാണ്. അവിടെ നിന്ന് എണീക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പറയുകയാണ്, നബിയെ, ഞാൻ ഇന്നാലിനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് തരണ നബിയെ എന്നിങ്ങനെ പറയുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോനെ, നീ എന്തിനാണ് ബേജാറാവണത്? എന്തിനാ ബേജാറാവണം? എന്തിനാ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കലാമിൽ പഠിപ്പിച്ചു തന്ന ദുആ ഓർമ്മയില്ലേ നിനക്ക്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ദുആ നീ പതിവാക്കിക്കോ. ദുനിയാവെനിക്ക് സന്തോഷമാക്കണം, എൻ്റെ ദുനിയാവിലെ നാണം കെടുത്ത് അത് ആഖിറ രക്ഷപ്പെടുത്തണം, ദുനിയാവ് എനിക്ക് അനുകൂലമാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ദുആ നീ പതിവാക്കിക്കോ എന്ന് പറയുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് പറയുകയാണ്, ദംബി അലാ ദംബി ദാലിക യാ റസൂലല്ലാഹ്, എൻ്റെ പാപം അതുക്കും മേലെയാണ് നബിയെ എന്നിങ്ങനെ പറയുകയാണ്. ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഅലബത്തെ, നിൻ്റെ പാപത്തെക്കാൾ മേലെയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കലാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ അടുത്ത പാട്ടിലിടുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.